ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആവങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. അതോടൊപ്പം തന്നെ കായിക സാക്ഷരത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം നിക്ഷേപം കേരളത്തിൽ വരാൻ കാരണം. കായിക സാക്ഷരത എന്നുള്ളത് നമ്മുടെ ഓരോ പ്രദേശങ്ങളും നമ്മൾ നടന്നാൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഈ ഹെൽത്ത് ജിമ്മുകൾ കൊണ്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ചെറിയ ചെറിയ ടർഫുകൾ. ഏകദേശം ഈ മേഖലയിൽ തന്നെ 20,000 കോടി രൂപ ഈ ഫുട്ബോൾ ടർഫുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോ പ്രദേശത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നെറ്റൊക്കെ പതിച്ചിട്ടുള്ള ലീറ്റെല്ലാമുള്ള ഫുട്ബോൾ അരീനകൾ, ടർഫുകൾ ധാരാളം വന്നിട്ടുണ്ട്. അത് വലിയ നിക്ഷേപമാണ് ഈ രംഗത്ത്. അതൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ യുവാക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് കായിക സാക്ഷരതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രൈമറി വിദ്യാലയങ്ങൾ പഠനത്തിനായി പാഠപുസ്തകങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും ഇപ്പോൾ ആ പഠനം ആരംഭിച്ചു. അപ്പോൾ അതിലൂടെ നമ്മൾ കാണുന്നത് ക്ലാസ് റൂമുകളിൽ തന്നെ സ്പോർട്സ് റൂമുകൾ പല വിദ്യാലയങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷണാർത്ഥം നമ്മൾ 25 വിദ്യാലയങ്ങൾ ആദ്യമായിട്ടാണ് ആ ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ സേവ്യ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ആവശ്യമായ വിസ്തീർണം വരുമ്പോൾ ഗ്രൗണ്ടിന്റെ പൂർണ്ണമായ സ്ഥലം ഒരുപക്ഷെ ഇപ്പോ വഴിയായി ഉപയോഗിക്കുന്ന സ്ഥലം ഉൾപ്പെടെ വേണ്ടി വരുന്നു എന്ന നേരത്തെ അനുഭവം നമ്മുടെ കണ്ണസ്വാമി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ പകർക്കൊക്കെ കൈയടിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ടില്ല. അപ്പൊ അതെല്ലാം നമുക്ക് അങ്ങനെ നിലനിർത്താൻ കഴിയണം. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇപ്പൊ ആരെയും ഹനിക്കാതെ, എന്നാൽ ഗ്രൗണ്ടിന്റെ സ്ഥലമായി തന്നെ നിന്ന് ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളും ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാം. ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിനെ പരിരക്ഷിക്കുക, മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ക്രിക്കറ്റ് പിച്ച് വരും, അതുപോലെ തന്നെ ഫുട്ബോൾ, പിന്നെ കോർട്ട് വരും, ഈ പറഞ്ഞ ഡ്രൈനേജ് വരും, ഇത്രയും കാര്യങ്ങൾ. ഒപ്പം തന്നെ പിന്നെ പുലർച്ചെ നടത്തം ഉൾപ്പെടെ നടത്തുന്നതിന് സഹായകരമായ ഫ്ലഡ് ലൈറ്റ് അല്ല, ലൈറ്റ് സംവിധാനം വരും, വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോ ഈ തുക പിന്നെ മതിയാവും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീല B, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, കൌൺസിലർ AD അജി എന്നിവർ പ്രസംഗിച്ചു. 1 കോടി രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്